റഷ്യയിൽ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പുടിനുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ഇക്കാര്യം ട്രംപ് സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഉടൻ സമാധാനം സാധ്യമാകുമെന്ന് കരുതുന്നില്ല എന്നും ട്രംപ് കുറിക്കുന്നു. ഐസൺ, അതിന്റെ വിവരങ്ങൾ എന്താണ്? ശരിയാണ് വീണ. അതായത് ഇരു രാജ്യങ്ങളും തമ്മിൽ, അതായത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉടനാകില്ല എന്ന നിലപാട് നേരത്തെ എന്താണോ ട്രംപ് പറഞ്ഞിരുന്നത്, അതായത് പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ അതിവേഗത്തിൽ നടത്തുമെന്ന നിലപാടാണ് നേരത്തെ പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ കൃത്യമായി അദ്ദേഹം പറയുന്നത് അത് ഉടൻ സാധ്യമാകുമെന്ന് കരുതുന്നില്ല എന്നാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ഏതാണ്ട് ഒരാഴ്ച മുൻപാണ് അതിശക്തമായ ആക്രമണം യുക്രൈന്റെ ഭാഗത്തു നിന്ന് റഷ്യയുടെ നേരെ ഉണ്ടായത്. റഷ്യയിലെ പല വ്യോമതാവളങ്ങളെ, രണ്ട് പ്രധാനപ്പെട്ട വ്യോമതാവളങ്ങളെ ആക്രമിച്ച് തകർക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഇതിന് തിരിച്ചടി നൽകുമെന്ന നിലപാട് വളരെ കൃത്യമായി ഡൊണാൾഡ് ട്രംപിനോട് വ്ളാഡിമിർ പുടിൻ അറിയിച്ചു എന്നാണ് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത്. ഇത്തരം നീക്കങ്ങൾക്ക്, അതായത് യുക്രൈന്റെ നീക്കങ്ങൾക്ക് പ്രതികാരം ചെയ്യാതെ സാധ്യമല്ല എന്ന നിലപാട് അറിയിച്ചു എന്ന് തന്നെയാണ് സൂചനയായി അദ്ദേഹം നൽകുന്നത്. അത്തരത്തിലുള്ള ഒരു തിരിച്ചടി ശക്തമായി റഷ്യ നൽകുമെന്ന നിലപാട് അറിയിച്ചു. ഏതാണ്ട് 1 മണിക്കൂർ 15 മിനിറ്റോളം നീണ്ട ചർച്ചയാണ് പുടിനുമായി ട്രംപ് നടത്തിയത് എന്നും ആ സമൂഹ മാധ്യമ കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്. അത്തരത്തിൽ സുദീർഘമായ ചർച്ചകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന ഒരു ഉറപ്പ് തന്നെയാണ്, തിരിച്ചടി നൽകുമെന്ന ഒരു നിലപാട് തന്നെയാണ് പുടിൻ അറിയിച്ചിരിക്കുന്നത്. ആ ഉറപ്പ് പാലിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും അമേരിക്ക അക്കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ആക്രമണം നടത്തരുത് എന്ന് പറയാൻ പോലും തയ്യാറാകേണ്ടതില്ല എന്നൊരു നീക്കത്തിലേക്ക് പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അതിശക്തമായ ഒരു ആക്രമണത്തിനുള്ള സാധ്യത റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളാണ് ഉയർന്നു വരുന്നത്. തീർച്ചയായും വൈകാതെ തന്നെ യുക്രൈന് നേരെ വലിയൊരു സൈനിക നടപടി റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്ന, അല്ലെങ്കിൽ അത് നടപ്പിലായേക്കുമെന്ന ആശങ്കയോടെ തന്നെ കാത്തിരിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്.